ഓക്കെ, അപ്പൊ ഇന്നലെ റെഗുലർ എക്സ്പ്രഷൻ എന്താന്ന് സ്റ്റാർട്ടിങ് നോക്കി, അതുപോലെ തന്നെ സെർച്ച് ഫംഗ്ഷനും നോക്കി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പാറ്റേൺ തരാം, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഒരു പാറ്റേൺ, അതായത് ഏതെങ്കിലും രണ്ട് വേർഡ് ലോവർ കേസിൽ കൊടുത്തിട്ടില്ല, ഫുൾ ലോവർ കേസ് ലെറ്ററിലെ രണ്ട് വേർഡ് അത് തമ്മിൽ ഒരു അണ്ടർസ്കോർ വെച്ചിട്ട് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം. രണ്ട് വേർഡ് സെന്ററിൽ എന്ത് വേണം, ഒരു അണ്ടർസ്കോർ വേണം. അതെങ്ങനെ നമുക്ക് ഈ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാം ആ ഒരു പാറ്റേൺ? /W /W ആണോ? മൊത്തം ഇപ്പൊ A to Z ഏത് ലെറ്റർ വേണമെങ്കിലും വരാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് A-Z കൊടുത്തൂടെ? അത് ഒന്നിക്കൽ ഒരു പ്രാവശ്യം വരാം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് കൊടുക്കേണ്ടി വരും, പ്ലസ് അല്ലേ? ആണോ? ആണോ? പ്ലസ് എന്തിനാ കൊടുക്കുന്നേ? നമ്മൾ ഇന്നലെ സെർച്ച് ഫംഗ്ഷൻ നോക്കിയിട്ടുണ്ട് അല്ലെ, ഒരു പാറ്റേൺ. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ നമുക്ക് ഈ രീതിയിൽ ചെയ്തൂടെ? അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ A to Z കൊടുത്തു. അത് ഒന്നിക്കൽ വരാം അല്ലെങ്കിൽ വരാണ്ടിരിക്കാം അല്ലെ? അപ്പൊ ഞാൻ എന്ത് കൊടുക്കുന്നു, പ്ലസ് കൊടുക്കുന്നു. ഇത് എന്ത് വെച്ച് കണക്ട് ചെയ്യണം എന്നാ പറഞ്ഞേ, അണ്ടർസ്കോർ അല്ലെ? അപ്പൊ ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു അണ്ടർസ്കോർ കൊടുക്കുന്നു. ഇനി അടുത്തത് എന്ത് തന്നെ വരാം, ഒരു ലോവർ കേസിലുള്ള വേർഡ് തന്നെ വരാന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്ത് കൊടുക്കുക, A-Z, അതും ഒന്നിക്കൽ വരാം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, വരാണ്ടിരിക്കാം. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു, പ്ലസ് കൊടുത്തു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാറ്റേൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ സെർച്ച് ഫംഗ്ഷൻ നോക്കി. ഇനി അടുത്ത് നോക്കുന്നത് മാച്ച് ഫംഗ്ഷൻ ആണ്. സെർച്ച് എന്താന്ന് ക്ലിയർ ആയിരുന്നല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കുന്നത് മാച്ച് ഫംഗ്ഷൻ ആണ്. സെർച്ച് ഫംഗ്ഷൻ എങ്ങനെയാ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും എന്നാ പറഞ്ഞേ? എന്താ പറഞ്ഞു? ഇപ്പൊ നമ്മൾ സെർച്ച് ഫംഗ്ഷൻ ആണ് യൂസ് സെർച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇതിന്റെ എവിടെയെങ്കിലും ആ ഒരു പാറ്റേൺ മാച്ച് ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. ഇനി 2-3 പാറ്റേൺ വോയിസ് കട്ടാവുന്നേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. നമ്മൾ ഇന്നലെ സെർച്ച് ഫംഗ്ഷൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്താ, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പാറ്റേൺ എവിടെയെങ്കിലും ആ ഒരു വേർഡിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി, മാച്ച് ചെയ്താൽ മതി അല്ലെ? അപ്പൊ ആ മാച്ച് ചെയ്ത പോർഷൻ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടുക. അതിപ്പോ 2-3 സ്ഥലത്ത് ചിലപ്പോൾ സെയിം പാറ്റേൺ മാച്ച് ചെയ്തു എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫസ്റ്റ് മാച്ചിങ് പോർഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയി വരുന്നത് അല്ലെ, സെർച്ച് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ. ഇനി നമ്മൾ നോക്കുന്നത് മാച്ച് ഫംഗ്ഷൻ ആണ്. മാച്ച് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മൾ ഒരു പാറ്റേണിന്റെ ഫസ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, ആ പാറ്റേണായിട്ട് മാച്ച് ആണോ എന്ന് നോക്കും. ഓക്കെ, ആ വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താവണം, നമ്മുടെ പാറ്റേണുമായിട്ട് മാച്ച് ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, മാച്ചിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടൂ. അല്ലെങ്കിൽ നമുക്ക് നന്നായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് മാച്ചും സെർച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു പാറ്റേൺ A = ഒരു പാറ്റേൺ കൊടുക്കുവാണ്.
എന്ത് കൊടുക്കാം? എനിക്കൊരു 8 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വേർഡ് വേണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് കൊടുക്കും? റോ സ്ട്രിങ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കൊടുത്തു? റോ കോഡ്സിനകത്ത് ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത് അല്ലെ? അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? W കൊടുത്തു. ഇനി എത്ര ക്യാരക്ടേഴ്സ് വേണം? 8 അല്ലെ? അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? എക്സാക്ട്ലി മാച്ച് ആണെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? ജസ്റ്റ് ഒരു കേളി ബ്രാക്കറ്റിനകത്ത് 8 കൊടുക്കണം അല്ലെ? അപ്പൊ എന്ത് വേണം? ഇത്ര 8 ക്യാരക്ടേഴ്സ് തന്നെ വേണം അല്ലെ? അപ്പൊ എന്ത് കൊടുത്തു? 8 കൊടുത്തു. ഇനി ഞാൻ ഇവിടെ സെർച്ച് ഫംഗ്ഷൻ കൊടുത്ത് ഞാൻ കൊടുക്കുന്ന സ്ട്രിങ് കൊടുക്കുവാണ്. RE ഡോട്ട് സോറി സെർച്ച് അല്ല മാച്ച് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ കൊടുത്തു മാച്ച് ഫംഗ്ഷന്റെ അകത്ത് ഫസ്റ്റ് ഞാൻ പാറ്റേൺ കൊടുത്തു. പാറ്റേൺ ഏതിലുണ്ട്? എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഉണ്ട്. ഇനി ഞാൻ സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. സ്ട്രിങ് ഇപ്പൊ ഞാൻ ഒരു ABC എന്ന് കൊടുത്തു. കുറച്ച് വേർഡ്സ് കൊടുത്തു, ഒരു സെന്റൻസ് ആയിട്ട് കൊടുത്തു. ഇപ്പൊ 2 വേർഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് കൊടുത്തു. എനിക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? എന്താ മാച്ച് ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞേ? ആദ്യം തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ ചെയ്യണം? മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ മാച്ച് ചെയ്യുന്നുണ്ടോ? ABC എത്ര എണ്ണേ ഉള്ളൂ? 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ അല്ലെ? അപ്പൊ എന്ത് വന്നു? നണ്ണ് വന്നു. ഇനി അടുത്തതിൽ 8 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും 1 2 3 4 5 6 7 ഉണ്ടെങ്കിലും നമുക്ക് എന്ത് തന്നെയാ വരിക? നണ്ണ് തന്നെ വരിക. കാരണം എന്താ? സ്റ്റാർട്ടിങ്ങിൽ എന്തില്ല? മാച്ച് ചെയ്യുന്നില്ല അല്ലെ? ഇനിയിപ്പോ നോക്കാം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 8 ക്യാരക്ടേഴ്സിൽ ഒരു വേർഡ് കൊടുത്തു. അപ്പൊ നോക്ക് എന്ത് വന്നിട്ടുണ്ട്? ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് അല്ലെ? നോക്കിയേ, ഇതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇത് നോക്ക്, ഇപ്പൊ നമുക്ക് എന്ത് വരും? H വരെ വരും. സ്റ്റാർട്ടിങ്ങിൽ ഇതുവരെ എന്തായിട്ടുണ്ട്? മാച്ച് ആയിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ പാറ്റേൺ മാച്ച് ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തിന്റെ ഔട്ട്പുട്ട് കിട്ടൂ? മാച്ച് ഫംഗ്ഷന് ഔട്ട്പുട്ട് കിട്ടൂ. അല്ലാണ്ട് ആ സ്ട്രിങ് മൊത്തം ട്രാവേഴ്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും മാച്ചിങ് ഉണ്ടോ എന്ന് നോക്കൂല. അപ്പൊ അങ്ങനെ സെർച്ച് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? സ്ട്രിങ് മൊത്തം ട്രാവേഴ്സ് ചെയ്യും. എവിടെയെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. ക്ലിയർ ആണോ? പക്ഷെ ഫസ്റ്റ് കാണുന്ന ആ ഒരു മാച്ചിങ് ഡാറ്റ മാത്രമേ റിട്ടേൺ ചെയ്യൂ എന്ന് മാത്രം. ക്ലിയർ ആണോ? സെർച്ചിനകത്ത് സെർച്ചിനകത്ത് ഇതിനകത്തും അങ്ങനെ തന്നെ. ഇതിനകത്ത് ഫസ്റ്റ് മാച്ച് ആവും വേണം. ആ ഫസ്റ്റ് മാച്ച് ആയ സാധനം മാത്രമേ റിട്ടേൺ ചെയ്യൂ. ഇനി നമുക്ക് എത്ര മാച്ചിങ് ഉണ്ടോ അത് മൊത്തം റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ഫൈൻഡ് ഓൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്താ? ഫൈൻഡ് ഓൾ. നമുക്ക് ഫൈൻഡ് ഓൾ ആണ് കൊടുക്കുന്നെങ്കിൽ ആ സ്ട്രിങ് മൊത്തം ട്രാവേഴ്സ് ചെയ്യും. എവിടേക്കാണോ നമ്മൾ കൊടുത്ത മാച്ച് പാറ്റേൺ മാച്ച് ആവുന്നത് അത് മൊത്തം നമുക്ക് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്ത് തരും. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ, മാച്ചും ഫൈൻഡ് ഓളും.
ആ ചെയ്തു. ഓക്കെ, ഇതിലിപ്പം നോക്കാം. ഞാൻ ഇതിനകത്ത് 8 ക്യാരക്ടേഴ്സ് മാത്രമല്ല, ശരിക്കും 9 ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? പക്ഷെ ട്രൂ ആണ്. കാരണം എന്താ, 8 ക്യാരക്ടേഴ്സ് കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് ട്രൂ റിസൾട്ട് വന്നു. ഇനി ഞാൻ പറയാണ്, എനിക്ക് 8 ക്യാരക്ടേഴ്സ് മാത്രം ഉള്ളത് മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് 9 വരാൻ പാടില്ല. മനസ്സിലായോ? ഉം. അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യാരക്ടർ അവിടെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മൾ എന്ത് സെറ്റ് ചെയ്യും? ഇതിന്റെ കൂടെ ബൗണ്ടറി കൂടി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇത് ജസ്റ്റ് ഇത് കൊടുക്കുന്നതിന് മുന്നേ എന്ത് കൊടുക്കാം? /b. അതിനകത്ത് ഉണ്ടാവും, ആ PDF-നകത്ത് ഉണ്ട് എങ്ങനെയാ ബൗണ്ടറി കൊടുക്കുക എന്നുള്ളത്. പിന്നെ എന്ത് കൊടുക്കുന്നു? /b രണ്ട് സ്ഥലത്തും കൊടുക്കുന്നു. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു ബൗണ്ടറി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതില്ല. കാരണം എന്താ, ഇതിൽ 8 ക്യാരക്ടേഴ്സിന് കൂടുതലുണ്ട്. അപ്പൊ എനിക്ക് ഏത് മാത്രമേ മാച്ച് ചെയ്യുന്നുള്ളൂ? രണ്ടാമത്തത് മാത്രം. എവിടെയാണോ 8 ക്യാരക്ടേഴ്സ് വരുന്നത് അത് മാത്രമേ ഔട്ട്പുട്ട് കിട്ടൂ. എങ്ങനെ കൊടുത്താല്? ബൗണ്ടറി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണോ? ആ ഓക്കെ, ഇത് ചെയ്ത് നോക്കാം. അതിന് ശേഷം ഞാനൊരു പാറ്റേൺ തരാം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ അങ്ങനെയാണെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒന്നിക്കിലും 3 ക്യാരക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ 4 ക്യാരക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ 5 ക്യാരക്ടേഴ്സ് വേണം. ഓക്കെ, ഒന്നിക്കില് മാക്സിമം 3 ആയിരിക്കണം, അല്ലെങ്കിൽ 4 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം. മനസ്സിലായോ? 2ഓ 6ഓ ആവാൻ പാടില്ല. ക്ലിയർ ആണോ? ആ അപ്പൊ അങ്ങനെയുള്ള വേർഡ്സിന് എനിക്ക് ഒരു സെന്റൻസിന് ചെക്ക് ചെയ്യുകയോ വേണ്ടത്, അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുകയോ വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഞാൻ അയച്ചെന്ന PDF നോക്കാം, എന്നിട്ട് ചെയ്യാം. അത് ഈ പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് തന്നെയാണോ? എന്താ? ഈ മാച്ച് ആ ഫംഗ്ഷനൊക്കെ ഫൈൻഡ് ഓൾ കൊടുത്തോ? ഉം.
ഞാനില്ല. എന്താ കിട്ടുന്നില്ല. കിട്ടുന്നില്ല? എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്താ വേണ്ട? ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ എന്ത് കൊടുത്തു? /w കൊടുത്തു അല്ലെ? 8 എന്ന് മാത്രം കൊടുത്തെങ്കിൽ 8 ലെറ്റേഴ്സ് അല്ലെങ്കിൽ 8 ക്യാരക്ടേഴ്സ് തന്നെ വേണം. നമുക്ക് ഇവിടെ എത്ര വരാം? 3, 4, 5. അതായത് 3 സ്റ്റാർട്ട് ചെയ്യാ 5 വരെ. അപ്പൊ 3,5 കൊടുത്താ പോരെ? ഇതിലിപ്പോ ഒന്നുമില്ല. കാരണം എന്താ? ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ബൗണ്ടറി കൊടുത്തോണ്ട്. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഒരു 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു. അപ്പൊ എന്ത് വരും? ആ 5 നമുക്ക് ആ 3 ഔട്ട്പുട്ട് വരുന്നത്. ആ PDF നോക്കി ഓരോന്ന് എന്തിനാണ് മെൻഷൻ ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പൊ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഹലോ, ആ ഓക്കെ. അപ്പൊ ഇത് ചെയ്ത് നോക്കിക്കോ. ശരി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സ്പ്ലിറ്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ ബി എന്ന് വെച്ചൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാണ്. അതായത് ആദ്യം ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അതിനനുസരിച്ചിട്ട് പാറ്റേൺ കൊടുക്കാം. പ്രിന്റ് re സ്പ്ലിറ്റ്. ഓക്കെ, എന്റെ പാറ്റേൺ ബി ആണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ആപ്പിൾ ഓറഞ്ച്. ഈ സ്പ്ലിറ്റ് ഫംഗ്ഷൻ അല്ലാതെ ഉപയോഗിക്കാൻ പറ്റൂലേ? ഏ ഈ സ്പ്ലിറ്റ് ഫംഗ്ഷൻ ഈ ആർ എടുത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും പൈത്തണില്. ആ അപ്പൊ സ്പ്ലിറ്റ് വെച്ചാൽ വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പോ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്കൊരു വേർഡിനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. സാധാ രീതിയിൽ ഇത് റെഗുലർ എക്സ്പ്രഷൻ അല്ലാണ്ട് ഇപ്പം a = ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഇതൊറ്റ സ്ട്രിങ് ആണ് അല്ലെ? എനിക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സെന്റൻസ് അല്ലെങ്കിൽ 2 സ്ട്രിങ് ആക്കണം. എന്ത് കൊടുത്താൽ മതി? പ്രിന്റ് a
സ്പ്ലിറ്റ്. അപ്പൊ എന്ത് വന്നു? ഹലോ ഒരു സ്ട്രിങ് ആയിട്ട് വന്നു, വേൾഡ് അടുത്ത സ്ട്രിങ് ആയിട്ട് വന്നു. സെയിം സാധനം തന്നെയാണ് ഇതില് ഞാൻ പറയണം എവിടെയൊക്കെയാണ് കോമയുള്ളത്, എവിടെയൊക്കെയാണ് സെമിക്കോളൻ ഉള്ളത്, അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റത്തെ ആപ്പിൾ എന്തായി? ഒറ്റ വേർഡായി. ഓറഞ്ച് അടുത്തതായി, ബനാന അടുത്തതായി. ഇത് റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇത് സാധാ സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിക്കോ അത് സ്പ്ലിറ്റും കൂടി. ട്രിപ്പ് നോക്കട്ടെ കേട്ടോ. ട്രിപ്പ് ഫംഗ്ഷൻ ഇതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഓക്കെ, കുറെ സ്പേസ് എക്സ്ട്രാ ഉണ്ട് അല്ലെ? ഞാൻ ജസ്റ്റ് വെറുതെ എന്നെ പ്രിന്റ് ചെയ്യിച്ചെങ്കിൽ ആ രീതിയിൽ എനിക്ക് ഇവിടെ സ്പേസ് അടക്കം എന്ത് വരുന്നുണ്ട്? പ്രിന്റ് ചെയ്ത് വരും. ഞാൻ എ ഡോട്ട് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അൺവാണ്ടഡ് സ്പേസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഹലോ വേൾഡ് എന്ന് മാത്രം പ്രിന്റ് ചെയ്ത് കിട്ടും. ഹലോ, അതാണ് സ്ട്രിപ്പ് ഫംഗ്ഷൻ. സ്ട്രിപ്പിനകത്ത് നമുക്ക് ഏതാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ സ്പേസ് അല്ലാണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും ആണ് ഇപ്പൊ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് ഞാൻ ഇവിടെ ഈ സാധനം കൊടുക്കണം. ഓക്കെ, എനിക്ക് അത് വേണ്ട. അപ്പൊ എന്ത് ചെയ്താൽ മതി? സ്ട്രിപ്പിനകത്ത് അത് കൊടുത്താൽ മതി. എറർ ആണോ? കോഡ്സിനകത്ത് കൊടുക്കണേ. സ്ട്രിങ് ആയിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നോക്ക്, അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കിട്ടും. എന്താണ് സ്ട്രിപ്പ് ചെയ്ത് കളയേണ്ടത് അത് ഇതിന്റെ അകത്ത് കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതുവരെ ഇടത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?